പാലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയത്തിൽ വീടുകൾ തകർന്ന് 7 വർഷമായി വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം നിയമസഭയിൽ ഉയർത്തി ആര്യടൻ ഷൗക്കത്ത് MLA. ജനവാസ മേഖലകളിൽ ഭീതി വരുത്തുന്ന വന്യമൃഗങ്ങളെ പിടികൂടിയാൽ ഇനി മുതൽ വനത്തിലേക്ക് തുറന്നുവിടില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായ വീട്ടിക്കുത്ത് റോഡിലെ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരുളായി സ്വദേശിയായ 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള K സൗജത്തിന്റെ 3ാമത്തെ നോവൽ ആഴി പ്രകാശനം ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കരുളായി കെട്ടിങ്ങൽ വെച്ച് നടത്തി. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ വീടുകൾ തകർന്ന് 7 വർഷമായി വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം നിയമസഭയിൽ ഉയർത്തി ആര്യടൻ ഷൗക്കത്ത് MLA. 2019 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകൽ, കരുളായി, വഴിക്കടവ് പഞ്ചായത്തുകളിൽ വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിലാണ് 200-ൽ പരം കുടുംബങ്ങൾ കഴിയുന്നത്. ഇവർക്ക് ശുചിമുറിയോ കുടിവെള്ളമോ അടക്കമുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 6 മാസം മുൻപ് വകുപ്പ് മന്ത്രി നേരിട്ട് ഇവരുടെ പ്രയാസങ്ങൾ കണ്ടു മനസ്സിലാക്കിയതാണ്. ഇവരെ എന്ന് പുനരധിവസിപ്പിക്കുവാനാകും? ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി എന്ന് വിതരണം ചെയ്യാനാവും എന്നാണ് നിയമസഭയിൽ MLA ചോദ്യം ഉന്നയിച്ചത്. 2019-ലുണ്ടായ വലിയ പ്രളയത്തിൽ വീടും പാർപ്പിടം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് 200-ലധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ, കുമ്പളപ്പാറ, തണ്ടക്കല്ല്, അതേപോലെ വഴിക്കടവ് പഞ്ചായത്തിൽ, പോത്തുകല്ല് പഞ്ചായത്തിൽ, കരുളായി പഞ്ചായത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഇപ്പോഴും അവർ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത്. അവരെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല. അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല. മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് സർ. തെരഞ്ഞെടുപ്പ് കാലം ഈ 6 മാസം മുൻപ് മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ്. എന്ന് അവരുടെ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയും? അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് കൊടുക്കാൻ പറ്റും? നിലമ്പൂരിലെ ഉന്നതികളിലുള്ളവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണെന്ന് പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. വനത്തിനുള്ളിൽ താമസിക്കുന്നവർ പുറത്തേക്ക് വരുവാൻ വിമുഖത കാണിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പുനരധിവാസം സംബന്ധിച്ച് പരിശോധിച്ച് പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി മറുപടി നൽകി. സാർ, ഈ പറയുന്ന പോലെ ഞാൻ നേരിട്ട് ആ പ്രദേശം ഞാൻ സഞ്ചരിച്ചിരുന്നു. പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഒരു ഉന്നതി നിലക്ക് നേരിട്ട് പോവുകയും ആ കാര്യങ്ങൾ പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പരിശോധനയും ഇപ്പോൾ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അവരൊക്കെ ഒരു വനപ്രദേശത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വനത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചില വിമോദമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ വകുപ്പിന്റെ TRDM പദ്ധതി പ്രകാരം അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്, നടപ്പാക്കി വരികയാണ് സാർ. ജനവാസ മേഖലകളിൽ ഭീതി പരത്തുന്ന വന്യമൃഗങ്ങളെ പിടികൂടിയാൽ ഇനി മുതൽ വനത്തിലേക്ക് തുറന്നുവിടില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. കടുവ, പുലി, കരടി തുടങ്ങിയ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ശാശ്വത പരിഹാരം കാണണമെന്ന AP അനിൽകുമാർ MLA ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സർ, എന്റെ നിയോജകമണ്ഡലത്തിൽ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു. സർ, കരടിയെ പിടിച്ച് കൂട്ടിലാക്കി. ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി, ഞങ്ങളത് തിരിച്ചു കാട്ടിലേക്ക് അയച്ചു. ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയക്കുന്ന പറയും. സർ, നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വളരെ അടുത്തടുത്താണുള്ളതാണ്.
അപ്പൊ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സൂവിലേക്ക് മാറ്റിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും അത് കൊണ്ടുവരും. പിടികൂടുന്ന മൃഗങ്ങളെ മൃഗശാലകളിലേക്കോ സുവോളജിക്കൽ പാർക്കുകളിലേക്കോ മാറ്റാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി വ്യക്തമാക്കി. നിലവിൽ പിടികൂടുന്ന മൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് മാറ്റുകയാണ് പതിവ്. എന്നാൽ വനത്തിനുള്ളിൽ സ്ഥലപരിമിതി ഉള്ളതിനാലും അവയുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുന്നതിനാലും പലപ്പോഴും ഈ മൃഗങ്ങൾ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഈ സാഹചര്യം ഒഴിവാക്കുവാനാണ് പുതിയ തീരുമാനം. തൃശൂർ പുത്തൂരിലെ പുതിയ സുവോളജിക്കൽ പാർക്കിലേക്ക് നിലവിൽ പിടികൂടുന്ന മൃഗങ്ങളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് പീനാമ്പ്രയിൽ വന്യമൃഗങ്ങൾക്കായി പ്രത്യേക പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായ വീട്ടിക്കുത്ത് റോഡിലെ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാത്തിപ്പാറ, മുസ്തഫ കളത്തുംപടിക്കൽ, മുംതാസ് ബാബു, സ്മിത മോൾ, മേരി ഷിബു എന്നിവരും നഗരസഭാ കൌൺസിലർമാരും സംബന്ധിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ നടത്തുന്ന പ്രവൃത്തികളുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടം ചക്കാലക്കുത്ത് ഡിവിഷനിൽപ്പെട്ട 2 റോഡ് പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. വലിയ തോതിൽ തകർന്ന റോഡുകൾ കാൽനടക്കാർക്കും വാഹനയാത്രികർക്കും വലിയ ദുരിതമാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റും അവതരിപ്പിക്കുകയുണ്ടായി. ഈ 2 ബഡ്ജറ്റുകളും എങ്ങനെയാണ് ജനങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിച്ചപ്പോൾ കേരളമെന്ന ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിൽ പോലും ഇല്ല എന്ന രൂപത്തിലാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വിവരിച്ചിട്ടുള്ളത്. ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദീപക്, അഡ്വക്കേറ്റ് ജെയ്സൺ എബ്രഹാം, സന്തോഷ്, സദാനന്ദൻ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കരുളായി സ്വദേശിയായ 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കെ സൗജത്തിന്റെ 3ാമത്തെ നോവൽ ആഴി പ്രകാശനം ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കരുളായി കിണറ്റിങ്ങൽ DALP സ്കൂളിൽ വെച്ച് നടക്കും. ഒരു സാധാരണ വീട്ടമ്മ അവരുടെ 3ാമത്തെ നോവല് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. സ്പർശം, കാവല് എന്നീ മുമ്പിറങ്ങിയിട്ടുള്ള 2 നോവലുകൾക്ക് വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ പത്രക്കാരടക്കം വലിയ പിന്തുണയും കവറേജും കൊടുത്തു. അതിൻ്റെയൊക്കെ പ്രചോദനത്തിൽ നിന്നാവാം അവരുടെ 3ാമത്തെ നോവല് ആഴി എന്ന് പേരിട്ടിരിക്കുന്ന 300ഓളം പേജ് വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു നോവല് എഴുതിയിരിക്കുകയാണ്. ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഏറനാടിൻ്റെ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിലെ സ്ത്രീകൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ അവരൊരു ഡോക്യുമെൻ്ററി രൂപത്തിലല്ലാതെ വളരെ സരസമായ ഭാഷയിൽ വായനക്കാരനെ ഒട്ടും മുഷിപ്പിക്കാതെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ നോവലിൻ്റെ അവരെഴുതി തീർത്തിരിക്കുന്നത്. ഭാഷയും ഘടനയും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ അവർ കഴിഞ്ഞ 2 നോവലിനെ വെച്ച് നോക്കുമ്പോൾ ഈ 3ാമത്തെ നോവൽ ഏറ്റവും മികച്ചതായിട്ടിരിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി ടീച്ചർ എഴുത്തുകാരൻ ഷിഫ സക്തറിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഏറനാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന നോവൽ വായന ലോകത്തെ ഏറെ ചർച്ച ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. കവിയും എഴുത്തുകാരനുമായ NN സുരേന്ദ്രൻ മാഷിന്റെ ബോധി ബുക്സാണ് പ്രസാധകർ. സബ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മുഖ്യാതിഥിയാകും.
മുഹാജിർ കരളായി പുസ്തക പരിചയം നടത്തും. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടോടൻ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം ഷുഹൈബ് മൈലംപാറയ്ക്ക് നൽകി നിർവഹിക്കും. നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരും കലാസാംസ്കാരിക നാടക പ്രവർത്തകരും എഴുത്തുകാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ജോൺസൺ അധ്യക്ഷത വഹിക്കും. ജിനേഷ് മാധവ് സ്വാഗതവും സിറാജ് കെ നന്ദിയും അറിയിക്കും. ബ്ലോക്ക് മെമ്പർ സുരേഷ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജെ രാധാകൃഷ്ണൻ, എഴുത്തുകാരായ കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവിടി, ഷറഫുദ്ദീൻ കാളികാവ്, പൂക്കോട്ടുംപാടം പീപ്പിൾസ് വായനശാല സെക്രട്ടറി കെ ദിവാകരൻ, നല്ലന്തണ്ണി വായനശാല സെക്രട്ടറി ദിലീപ് മാസ്റ്റർ, കരുളായി വായനശാല പ്രസിഡന്റ് പി ഹാരിസ്, സദ്ഗമയ ലൈബ്രറി മയ്യന്താനി ഇ കെ നാണി, മുക്കത്തെ ക്ലബ്ബ് പ്രതിനിധി കെ ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിക്കും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കഥാകൃത്തും അധ്യാപകനുമായിട്ടുള്ള ഷിഫാസ് അക്തറാണ്. ഷിഫാസ് അക്തറിനെ നമുക്കറിയാം, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വസന്തത്തിലേക്കുള്ള വഴിദൂരങ്ങൾ എന്ന നോവലിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രവർത്തകനും നല്ലൊരു വായനക്കാരനുമായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ശ്രീ സുനിൽ പുളിക്കലാണ് ഈ പരിപാടിയിലെ ഞങ്ങൾ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പുസ്തകം അറിയാം, ഈ ഒരു സൗജത്തിനെ പോലുള്ള ഒരു സാധാരണ വീട്ടമ്മയായ സ്ത്രീക്ക് ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 നോവലുകളും ആരൊക്കെയോ കൈകളിലൂടെയൊക്കെ എത്തിയിട്ടാണ് പുസ്തക രൂപത്തിലേക്ക് വന്നത്. എന്നാൽ ഇപ്രാവശ്യം 3ാമത്തെ നോവലിൻ്റെ എല്ലാ പ്രസിദ്ധീകരണ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് പൂക്കോട്ടുംപാടത്തെ NN സുരേന്ദ്രൻ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ബോധി ബുക്സാണ്. അദ്ദേഹം സുരേന്ദ്രൻ മാഷും ബോധി ബുക്സും നിലമ്പൂർ മേഖലയിലുള്ള ഒരുപാട് പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, സൃഷ്ടികളൊക്കെ പുസ്തക രൂപത്തിലാക്കി അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രസാധക സംഘമാണ്. വാസ്കോ വാരിക്കർ ക്ലബ്ബ് പരിധിയിൽ ഉൾപ്പെടുന്ന വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ഷീബ പൂഴിക്കുത്ത്, കെ പി നസീർ, കെ പി അബ്ദുറഹ്മാൻ, കെ പി ഷറഫുദ്ദീൻ, മിഥിലാജ് സി, അബ്ദുറഹ്മാൻ ടി പി, കബീർ മുണ്ടോടൻ, മറ്റ് വാസ്കോ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരിക്കും. ഉച്ചയ്ക്ക് 3 മണി മുതൽ കവിയരങ്ങും ഗാനാലാപനവും തുടങ്ങും. NC പുല്ലങ്കോട്, യു ബാലകൃഷ്ണൻ, രാജേഷ് അമരമ്പലം, പി മുജീബ് റഹ്മാൻ, ബാപ്പു ചോളമുണ്ട തുടങ്ങിയവർ കവിയരങ്ങ് നിയന്ത്രിക്കും. വാർത്താ സമ്മേളനത്തിൽ നോവലിസ്റ്റ് കെ സൗജത്ത്, മുഹാജിർ കരുളായി, ജിനേഷ് മാധവ്, ജോൺസൺ, കെ പി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. LDF നിലമ്പൂർ നിയോജക മണ്ഡലം ജാഥ പര്യടനം തുടരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ് നയിക്കുന്ന ജാഥ തിങ്കളാഴ്ച രാവിലെ എരുമമുണ്ടയിൽ നിന്ന് ആരംഭിച്ചു. ചുങ്കത്തറ ടൗൺ, എടക്കര ടൗൺ, പാലേമാട്, മുണ്ടപ്പൊട്ടി, മുടപ്പൊയ്ക എന്നീ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് മൂത്തേടം മരംവെട്ടിച്ചാലിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ B മുഹമ്മദ് റസാഖ്, വൈസ് ക്യാപ്റ്റൻ PM ബഷീർ, ജാഥ മാനേജർ E പത്പാക്ഷൻ, CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം P ഷബീർ, LDF നേതാക്കളായ MA തോമസ്, പറാട്ടി കുഞ്ഞാൻ, M സുകുമാരൻ, AT റജി, P സഹീർ, M മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെ കരുളായി നിന്നും ആരംഭിക്കും. ചുള്ളിയോട്, പൂക്കോട്ടുംപാടം, കൂറ്റമ്പാറ, മുക്കട്ട, ചക്കാലക്കുത്ത് സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 7-ന് നിലമ്പൂർ കൊളക്കണ്ടത്ത് സമാപിക്കും. ചക്രക്കസേരയിലെ വിപ്ലവം അബ്ദുക്ക അകമ്പാടം വിട പറഞ്ഞു. ചാലിയാർ പഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച സമാനതകളില്ലാത്ത ജീവിതമായിരുന്നു നിലമ്പൂർ അകമ്പാടം മൈലാടിയിലെ അബ്ദുക്കയുടേത്. 50 വർഷത്തോളം വീൽ ചെയറിൽ ഒതുങ്ങിപ്പോയ ജീവിതം ആയിരുന്നില്ല അദ്ദേഹത്തിന്റേത്. മറിച്ച് ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പൊതുസമൂഹത്തിനും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടി. ഭിന്നശേഷിക്കാർ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടവരല്ല എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു. AKWRF എന്ന ഭിന്നശേഷി സംഘടനയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും AKWRF എന്ന ഭിന്നശേഷി സംഘടനയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിലും പൊതുസമൂഹത്തിലും അദ്ദേഹം നിരന്തരം ഇടപെട്ടു. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്നു. തളർന്നു പോയത് ശരീരമാണെന്നും മനസ്സിനെ തളർത്തുവാൻ ഒന്നിനും കഴിയില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഓരോ ദിവസവും പുതിയ ഊർജത്തോടെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായി. അതുകൊണ്ട് തന്നെ അകമ്പാടത്തെയും മൈലാടിയിലെയും ആളുകൾക്ക് അദ്ദേഹം വെറും ഒരു വ്യക്തി ആയിരുന്നില്ല. ഭിന്നശേഷി സമൂഹത്തിനും നാടിനും വലിയൊരു നഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ വേർപാട്.
റഹ്മാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിച്ച കാർണിവൽ ഓഫ് ഡ്രീംസ് ഗ്രാൻഡ് ഫിയസ്റ്റ സമാപിച്ചു. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലായി റഹ്മാനിയ ക്യാമ്പസിൽ വിപുലമായ രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ വ്യത്യസ്തങ്ങളായ സെഷനുകളിലായി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ആദ്യ ദിനം സംഘടിപ്പിച്ച പാരന്റ്സ് കണക്ട് പരിപാടി ഫാമിലി സ്റ്റുഡന്റ് കൗൺസിലർ സുലൈഖ അബ്ദുൽ അസീസ് രക്ഷിതാക്കളോട് സംസാരിച്ചു. കിഡ്സ് വാലിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ നിയോജക മണ്ഡലം MLA AP അനിൽകുമാർ നിർവഹിച്ചു. കാർണിവൽ സ്റ്റാളുകളുടെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസാഖ് PP നിർവഹിച്ചു. UKG SSLC പഠനം പൂർത്തിയാക്കിയവർക്കുള്ള കോൺവക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. വിദ്യാ കൗൺസിൽ ഡയറക്ടർ ത്വൽഹ ഹുസൈൻ, പൊന്നാനി MES കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാബിഖ് MK തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു. കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ അച്ചീവ്മെന്റ് അവാർഡുകളുടെ വിതരണം നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ഷമീം ചുനൂർ രചനയും സംവിധാനവും നിർവഹിച്ച സുമൂദ് ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. പരിപാടിയുടെ 2ാം ദിവസത്തിൽ റിഹ്ലായെ യാദീൻ അലുമിനി കോൺഫറൻസ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റും അലുമിനിയുമായ സലീം അമ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സെഷനിൽ അമേരിക്കയിലെ മേസൺ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് വിന്നർ ഹേബൽ അൻവർ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. പരിപാടിയുടെ സമാപന സെഷൻ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നഹാസ് മാള ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ 1 സീനിയർ മാധ്യമ പ്രവർത്തകൻ നിഷാദ് റാവുത്തർ മുഖ്യാതിഥിയായി. റഹ്മാനിയ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് തൗഫിഖ് മമ്പാട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ AP ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ തഹസീൻ നന്ദിയും പറഞ്ഞു. കേരളത്തിന്റെ ആദ്യ ചരിത്ര കാവ്യമായ മൊയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടിന്റെ നാടകാവിഷ്കാരം മതിനിധിമാല അരങ്ങേറി. ജബ്ബാർ പെരിന്തൽമണ്ണ രചിച്ച് ജബ്ബാർ പെരിന്തൽമണ്ണയും മുജീബ് കാരക്കുന്നും സംവിധാനം ചെയ്ത നാടകം ശ്രദ്ധേയമായി. ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും നടന്നു. 2 ദിവസത്തെ വ്യത്യസ്ത സെഷനുകളിലായി മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, മേപ്പാടം വാർഡ് മെമ്പർ റഷീദ കോഴിപ്പറമ്പൻ, പന്തലിങ്ങൽ വാർഡ് മെമ്പർ അഫ്സൽ മുത്തു, കാട്ടുപോയിൽ വാർഡ് മെമ്പർ ഷാജി KT, ജമാഅത്തെ ഇസ്ലാമി മമ്പാട് ഏരിയ പ്രസിഡന്റ് ഡോക്ടർ KP അബ്ദുൽ ലത്തീഫ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കൺവീനർ ബദറുന്നീസ, ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ തസ്ലീം KP, വൈസ് ചെയർമാൻ അബ്ദുസലാം, ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ, ട്രസ്റ്റ് ഡയറക്ടർ അബ്ദുറഹ്മാൻ അഹമ്മദ്, മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ ഡോക്ടർ അബു ഇസ്ഹാഖ്, അമീൻ KP, ജസീൽ, താഹ അബ്ദുള്ള ഹൈദർ, PTA പ്രസിഡന്റ് CK ഷാനവാസ്, MTA പ്രസിഡന്റ് ഷഹല തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.